المدرسة الربانية كونوا ربانيين. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്ന് അറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകട്ടെ. ഷെയ്ഖ് സാലിം അബ്ദുൽ ഹഫിദഹുല്ലാ രചിച്ച ഔനുൽ ഗഫാർ ഫീ ശർഹി അസ്ഇലത്തിൻ വഅജിബത്തി എന്നുള്ളതായ ഗ്രന്ഥമാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 8 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ ദർസുകളിൽ നമ്മൾ വായിച്ചു. 9ാമത്തെ ചോദ്യമാണ് നമ്മൾ വായിച്ചു തുടങ്ങിയത്. 9ാമത്തെ ചോദ്യം ഇപ്രകാരമാണ്: അക്മിലുൽ ഹദീസ്, ഒരു ഹദീസിന്റെ വായനയാണ്. ആ ഹദീസ് പൂർത്തിയാക്കുക എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അഹദിൻ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നുള്ളതായ സാക്ഷ്യവചനം, ഇത് ആരും തന്നെ സാക്ഷ്യം വഹിക്കുന്നില്ല എന്നുള്ള ഹദീസിന്റെ ബാക്കി ഭാഗമാണ് വായിക്കേണ്ടത്. അത് എപ്രകാരം സാക്ഷ്യം വഹിക്കുന്നില്ല? സുദ്ഖം മിൻ ഖൽബി, ഹൃദയത്തിൽ നിന്ന് സത്യസന്ധമായി കൊണ്ട് ആരാണോ അതിന് സാക്ഷ്യം വഹിക്കുന്നത്, അങ്ങനെ സാക്ഷ്യം വഹിക്കുകയില്ല. ഇല്ലാ ഹറമഹുല്ലാഹു അലന്നാർ, അള്ളാഹു നരകത്തിന്റെ മേൽ അവനെ നിഷിദ്ധമാക്കിയിട്ടല്ലാതെ. നരകം അവന്റെ മേൽ നിഷിദ്ധമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ നിബന്ധനകളിൽ ഒരു നിബന്ധനയെയാണ് വിശദീകരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാള് സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നുള്ളതല്ല, അതിന് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിക്കപ്പെട്ടാലേ എന്താവും, അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. അതിലൊരു നിബന്ധനയാണ് ഇപ്പൊ ഇവിടെ ഈ ഹദീസിൽ പറഞ്ഞത്. സുദ്ഖം മിൻ ഖൽബിഹി, ഹൃദയത്തിൽ നിന്ന് സത്യസന്ധമായി കൊണ്ട് ആയിരിക്കണം അത് ചെയ്യേണ്ടത്. അപ്പോ സുദ്ഖിന് നേരെ വിപരീതം നിഫാഖാണ്. കപടമായി കൊണ്ടാണ് ഒരാളത് പറയുന്നത് എങ്കിൽ അതെന്താവില്ല, പ്രയോജനം ചെയ്യുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതേപോലെ വേറെയും നിബന്ധനകൾ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്നുണ്ട്. അതിലൊരു നിബന്ധന മാത്രമാണിത്, സുദ്ഖ് എന്നുള്ളത്. അതിൽ മറ്റൊരു നിബന്ധന ഇൽമ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇൽമ്, ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ച് വിജ്ഞാനം ഉണ്ടാകണം, പഠിക്കണം. അത് എന്നാൽ മാത്രമേ, പഠിച്ചുകൊണ്ട് പറഞ്ഞാൽ മാത്രമേ സാക്ഷ്യം വഹിച്ചാലേ പ്രയോജനം ചെയ്യുകയുള്ളൂ. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മറ്റൊരു നിബന്ധനയാണ് ഇൽമ് ഉണ്ടാവുക. അതേപോലെ യഖീൻ ഉണ്ടാകണം, സംശയം ഉണ്ടാകാൻ പാടില്ല. യഖീനോടുകൂടി ദൃഢമായി കൊണ്ടായിരിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിക്കേണ്ടത്. ഇതും ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്.
അതേപോലെ തന്നെ ഖബൂൽ ഉണ്ടാകണം. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്, പഠിച്ചു, മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷെ അവനത് സ്വീകരിക്കാൻ തയ്യാറാക്കുന്നില്ല. എന്നാൽ അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുകയില്ല. അബൂ താലിബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞയാളാണ്, അത് മനസ്സിലാക്കിയ ആളാണ്, പക്ഷെ എന്ത് ചെയ്തില്ല, അതിനൊക്കെ സ്വീകരിച്ചില്ല അദ്ദേഹം. അപ്പോൾ ഖബൂൽ ഉണ്ടാവുക എന്നുള്ളത് അതിൻ്റെ ഒരു നിബന്ധനയാണ്. മറ്റൊരു നിബന്ധനയാണ് ഇൻഖിയാദ്, അത് വഴിപ്പെടുക എന്നുള്ളതാണ്. എന്താണോ അതിന്റെ താല്പര്യങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അത് മുഖേന അവന്റെ മേൽ അനിവാര്യമായി തീരുന്ന ചില താല്പര്യങ്ങളുണ്ട്. അത് അവരോട് ആവശ്യപ്പെടുന്നുണ്ട്, ഇന്നെല്ലാം ചെയ്യണം, ഇന്ന കർമ്മങ്ങളെല്ലാം അതിന് അനിവാര്യ താല്പര്യങ്ങളാണ്, അത് വഴിപ്പെടണം. പക്ഷെ ഒരാളത് തീരെ ഉപേക്ഷിച്ച് കളയുകയാണ്, എന്നാൽ അതും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമാണ്. അതേപോലെ തന്നെ മറ്റൊരു നിബന്ധനയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ സുദ്ഖ്, അൽ ഇഖ്ലാസ്. ഇഖ്ലാസ് നിഷ്കളങ്കമായി കൊണ്ടായിരിക്കണം, അള്ളാഹുവിന് മാത്രമായിരിക്കണം ഇബാദത്തുകൾ അർപ്പിക്കേണ്ടത്. അതാണ് അതിന്റെ താല്പര്യം. നേരെ മറിച്ച് അതിൽ ശിർക്ക് കലരാൻ പാടില്ല. അപ്പൊ ഇഖ്ലാസോട് കൂടി ഉണ്ടായിരിക്കണം, മഹബത്ത് ഉണ്ടാകണം, സ്നേഹത്തോടു കൂടിയായിരിക്കണം, കോപം വച്ച് പുലർത്താൻ പാടില്ല, അതിനോട് വിദ്വേഷം ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ ചില നിബന്ധനകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഉണ്ട്. അതില് ഒരു നിബന്ധനയാണ് ഇപ്പൊ ഈ ഹദീസിൽ പറഞ്ഞത്, സുദ്ഖ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഫമൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വാദിഖൻ മിൻ ഖൽബി, ആരാണോ ഹൃദയത്തിൽ നിന്ന് സത്യസന്ധമായി കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവൻ, ഹറമഹുല്ലാഹു തആല അലന്നാർ, അല്ലാഹു നരകത്തിന്റെ മേൽ അവനെ നിഷിദ്ധമാക്കും എന്നാണ് പറഞ്ഞത്. എന്നാൽ അമ്മാമൻ ഖാലഹ കാദിബൻ, ഒരാൾ വ്യാജമായി കൊണ്ടാണ്, കളവായി കൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്, ഔ ഖാലഹ റിയാഅൻ, അല്ലെങ്കിൽ റിയാഇന് വേണ്ടിയിട്ടാണ്, ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മുസ്ലിമീങ്ങളുടെ കൂടെ ഉള്ളയാളാണ് ഞാൻ എന്ന് വരുത്താൻ വേണ്ടിയിട്ട്. ഇതുപോലെയൊക്കെ ഹാലിൽ മുനാഫിഖീൻ, മദീനയിൽ മുനാഫിഖീങ്ങളുടെ രീതി അങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് പലായനം ചെയ്ത് മദീനയിലെത്തി. അവിടെ ഇസ്ലാമിക രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു, ഇസ്ലാമിന് ശക്തി വന്നു. ഈ സമയത്ത് മുസ്ലിമീങ്ങളുടെ കൂടെ ചേർന്ന് നിന്നാലേ നേട്ടങ്ങളുള്ളൂ എന്ന് മനസ്സിലാക്കിയ ആളുകൾ എന്ത് ചെയ്തു? ചില ആളുകൾ വ്യാജമായി കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരുണ്ട്, നിഫാഖ് ഉള്ളിൽ കയറിക്കൊണ്ടാണ്. അപ്പോ സുദ്ഖിന്റെ നേരെ വിപരീതമാണത് നിഫാഖ് എന്നുള്ളത്. ഇങ്ങനെയാണെങ്കിൽ ഫലാ യുഹല്ലിമുഹുല്ലാഹു അസ്സ വജല്ല അലന്നാർ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, നിഫാഖ് കൊണ്ടാണ്, റിയാ കൊണ്ടാണ്, ലോകമാന്യതയാണ് അവന്റെ ലക്ഷ്യം എങ്കിൽ എന്താവൂല, അള്ളാഹു അവനെ നരകത്തിന്റെ മേൽ നിഷിദ്ധമാക്കുകയില്ല. ഏതുപോലെ ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, ഇദാ ജാഅകൽ മുനാഫിഖൂൻ ഖാലൂ നഷ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്, നബിയെ താങ്കളുടെ അടുക്കൽ കപടവിശ്വാസികൾ, വ്യാജമായി വിശ്വസിക്കുന്ന ആളുകൾ, കളവായി കൊണ്ട് വിശ്വസിക്കുന്ന ആളുകൾ താങ്കളുടെ മുന്നിൽ വരും. അങ്ങനെ വന്നാൽ അവര് പറയും, ഞങ്ങൾ താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. ഖാലൂ നഷ്ഹദു ഇന്നക ലറസൂലുള്ളാഹ് എന്നവർ പറയും. എന്നാൽ വല്ലാഹു യഅലമു ഇന്നക ലറസൂലു, താങ്കൾ അള്ളാഹുവിന്റെ ദൂതനാണ് എന്നുള്ളത് അള്ളാഹുവിന് അറിയാം, നല്ല ഉറപ്പുണ്ട്. പക്ഷേ വല്ലാഹു യഷ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, ഈ മുനാഫിഖീങ്ങൾ അവർ വ്യാജമാണ് പറയുന്നത്, കളവാണ് പറയുന്നത് എന്നതിന് അള്ളാഹു എന്താണ് സാക്ഷ്യം വഹിക്കുകയാണ്. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് കൊണ്ടായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ഒരാൾ പറയുന്നുണ്ട്, പക്ഷേ ഈ പറയുന്ന സുദ്ഖില്ല, എന്നാൽ എന്തില്ല, അതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. വന്നിഫാഖു നൗഅൻ, അപ്പൊ സുദ്ഖിന്റെ നേരെ വിപരീതം ഏതാണെന്ന് വെച്ചാൽ നിഫാഖാണ്, കപടതയാണ്. അത് രണ്ട് വിധമുണ്ട്. നിഫാഖ് രണ്ട് ഇനമുണ്ട്. കപട വിശ്വാസം എന്ന് പറയുന്ന രണ്ട് വിധമുണ്ട്. അന്നൗഉൽ അവ്വൽ നിഫാഖുൻ അക്ബർ, ഒന്ന് നിഫാഖുൻ അക്ബർ, വലിയ നിഫാഖാണ്. അതിന്റെ പ്രത്യേകത എന്താണ്? ഹുവ ഇദ്ഹാറുൽ ഇസ്ലാമി വ ഇബ്താനുൽ കുഫ്രി, പുറമെ മുസ്ലിമാണെന്ന് പറയും, ഇസ്ലാമിനെ പ്രത്യക്ഷമായിട്ട് എന്ത് ചെയ്യും, അതിനെ പ്രകടിപ്പിക്കും. എന്നാൽ വ ഇബ്താനുൽ കുഫർ, കുഫർ എന്ത് ചെയ്യും, മനസ്സിൽ ഒളിപ്പിച്ചു വെക്കും. കുഫർ മനസ്സിൽ മറച്ചു വെച്ച് ഇസ്ലാം പുറമെ പ്രകടിപ്പിക്കുന്നതിനാണ് വലിയ നിഫാഖ് എന്ന് പറയുന്നത്. വഹു മുബ്തിലുൽ ഷഹാദത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിനെ ബാത്തിലാക്കി കളയുന്നതാണത്, നിരർത്ഥകമാക്കും, പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കി കളയും. കമാ യുബ്തിലുൽ ഹദഥു അൽ വുദൂഅ, വുദൂഇനെ അശുദ്ധി ബാത്തിലാക്കി കളയുന്നത് പോലെ ഒരാൾ വുദൂ ചെയ്തിരുന്നു, വുദൂ ചെയ്തതിന് ശേഷം വുദൂ മുറിയുന്ന ഏതെങ്കിലും ഒരു കാര്യം ചെയ്തു, എന്നാൽ ആ വുദൂ കൊണ്ട് യാതൊരു ഗുണവുമില്ല, വുദൂ എന്ത് ചെയ്തു, മുറിഞ്ഞു പോയി, നമസ്കരിക്കപ്പെടുമെങ്കിൽ പിന്നെ വേണം എന്ത് ചെയ്യണം, വുദൂ ചെയ്യണം എന്നതുപോലെ തന്നെയാണിത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈ പറയുന്ന വലിയ നിഫാഖ് ഉണ്ട്, ഉള്ളിൽ കുഫറാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഒരു ഗുണവുമില്ല. ഫലൗ തവദ്ദഅ അൽ ഇൻസാനു സുമ്മ അഹദഥ ബതല വുദൂഉഹു,
ഒരാൾ വുദൂ ചെയ്തു, അതിനുശേഷം അശുദ്ധി ഉണ്ടായി, ചെറിയ ശുദ്ധി ഉണ്ടായി, എന്നാൽ അവന്റെ വുദൂ മുറിഞ്ഞുപോയി. വലം തസ്ഹിഹ സ്വലാത്തുഹു, അവന്റെ നമസ്കാരം എന്താവില്ല, സ്വഹീഹാവുകയില്ല. വലൗ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഒരാൾ പറഞ്ഞു, വദഅ മഅബൂദൻ മിൻ ദൂനില്ലാഹ്, എന്നിട്ട് അല്ലാഹുവിന് പുറമെ വേറൊരു ആരാധ്യനോട് അവൻ ദുആ ചെയ്യുന്നുണ്ട്, എന്നാൽ ഫഖദ് നഖദ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ത് ചെയ്തു, അത് വിരുദ്ധമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറിഞ്ഞുപോയി. അപ്പൊ അത് കപടതയാണ്. ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ മാന എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ചോദ്യത്തില്. അതിന്റെ മാന ഇബാദത്തിന് അർഹതയുള്ളവൻ ആര് മാത്രമാണ്, അള്ളാഹു മാത്രമാണ് എന്നുള്ളതാണ് അതിന്റെ ആശയം. എന്നാൽ നേരെ മറിച്ചുകൊണ്ട് അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അള്ളാഹു അല്ലാത്ത ഒരു ആരാധ്യന് ദുആ ചെയ്യുകയാണ്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടൊന്നില്ല, അർത്ഥമില്ല. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഇനം. ഒന്നാമത്തെ ഇനം നിഫാഖ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും അവൻ എന്ത് ചെയ്യുന്നു, മനസ്സിൽ കുഫർ വച്ചിരിക്കുക, പുറമെ ഞാൻ മുസ്ലിമാണെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പ്രകടിപ്പിക്കുന്നുണ്ട്. നിഫാഖിന്റെ രണ്ടാമത്തെ ഇനം അന്നൗസാനി നിഫാഖുൻ അസ്ഗറു അമലിയുൻ, ചെറിയ നിഫാഖ് എന്നാണ് അതിന് പറയുക. അത് അമലിയായ നിഫാഖാണ്, വിശ്വാസവുമായിട്ട് നിന്നില്ല, വലിയ ബന്ധമില്ല, ഉള്ളിൽ അവൻ കുഫർ തോൽപ്പിച്ചു വെച്ചിട്ടില്ല. അത് അവന്റെ ചില പ്രവർത്തികളുമായി ബന്ധപ്പെട്ട കപടതയാണ്. ഏതുപോലെ മുനാഫിഖീങ്ങളുടെ പ്രവർത്തികളിൽ ഏതെങ്കിലും പ്രവൃത്തി ഇവൻ ചെയ്യുന്നു. മുനാഫിഖീങ്ങൾക്ക് ചില ലക്ഷണങ്ങൾ ആര് പഠിപ്പിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ കപടമായി വിശ്വസിക്കുന്ന ആളുകളുടെ ചില സിഫാത്തുകൾ, അവരുടെ ചില വിശേഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു അമല് ആര് ചെയ്യുന്നു, ഒരാൾ ചെയ്യുന്നു, ഏതിനോടുകൂടെ കൽബിൽ ഈമാനുണ്ട്, അവൻ വ്യാജമായിട്ടൊന്നുമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്, വിശ്വസിക്കുന്നുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ളതിൽ അവൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, മുനാഫിഖീങ്ങളുടെ ചില പ്രവൃത്തി അവൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരാൾ ചെയ്താൽ ഗൈറു മുഖ്രിജിൻ മിനൽ മില്ല, അത് മുഖേന ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർണ്ണമായും ബാത്തിലാകുമോ, ഇല്ല. അതായത് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയില്ല, ഇസ്ലാമിൽ മില്ലത്തിൽ നിന്ന് അവനെ പുറത്തു കളയുകയില്ല, ഇസ്ലാമിക മില്ലത്തിൽ തന്നെ അവൻ ഉണ്ടാകും. ഓമിൻ അംസിലത്തിഹി, അങ്ങനെയുള്ള മുനാഫിഖീങ്ങളുടെ പ്രവർത്തികളിൽ പെട്ടതാണ് അൽ കദിബു ഫിൽ ഹദീസ്, സംസാരത്തിൽ നിരന്തരം കളവ് പറയുക. ഇത് മുഅ്മിനിന് ചേർന്ന രീതിയല്ല. ഒരു മുഅ്മിൻ കളവ് പറയാൻ പറ്റൂല, അനിവാര്യമായ ചില സാഹചര്യങ്ങളുണ്ട്, അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല. കളവ് തമാശക്കാണെങ്കിൽ പോലും വ്യാജം പറയുക എന്നുള്ളത് വിശ്വാസവുമായിട്ട് ചേരുന്നതല്ല. അപ്പോ നിരന്തരം കളവ് പറയുക എന്നുള്ളത് ആരുടെ രീതിയാണ്, മുനാഫിഖീങ്ങളുടെ രീതിയാണ്. ഒരാൾ സംസാരത്തിൽ അവന്റെ കളവ് വരുന്നുണ്ട് എങ്കിൽ അത് നിഫാഖിന്റെ അടയാളമാണ്. അതുപോലെ ഇഖ്ലാഫുൽ വഅദ്, വാക്ക് നൽകിയാൽ അത് പാലിക്കണം. ഒരാളുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വാക്ക് കൊടുത്തിട്ടുണ്ട്, എന്നാൽ അത് പാലിക്കുക എന്നുള്ളതാണ് വിശ്വാസം. അതിന് വിപരീതമായിട്ട് വാക്ക് പാലിക്കാതിരിക്കുക, ലംഘിക്കുക എന്നുള്ളത് മുനാഫിഖീങ്ങളുടെ രീതിയാണ്. അതുപോലെ ഫുജൂറു ഫിൽ ഖുസൂമ, എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായി വിശ്വാസികൾ തമ്മിൽ, സ്വാഭാവികമായിട്ട് ചിലപ്പോൾ തർക്കങ്ങൾ ഉണ്ടാകാം. ഇങ്ങനെ തർക്കങ്ങൾ മറ്റും ഉണ്ടായാൽ അവർ ചീത്ത പറയുക, മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുക. അതേപോലെ ഖിയാനത്തുൽ അമാന, വിശ്വസിച്ച് ഏതെങ്കിലും കാര്യം ഏൽപ്പിച്ചാൽ ചതിക്കുക, വഞ്ചിക്കുക. ഇതെല്ലാം തന്നെ എന്തിന്റെ ഉദാഹരണങ്ങളാണ്, മുനാഫിഖീങ്ങളുടെ ലക്ഷണങ്ങളാണ്. ഇങ്ങനെയുള്ള അമലുകൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള പണികൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവനിലും എന്തുണ്ട്, അവന് നിഫാഖ് ഉണ്ട്. പക്ഷേ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന നിഫാഖല്ല, എന്താണ്, ഗുരുതരമായ പിഴവ് തന്നെയാണ്. ഒരു പക്ഷേ അവനെ കുഫറിലേക്കും ശിർക്കിലേക്കും പിന്നെ എന്ത് ചെയ്യും, എത്തിക്കാൻ സാധ്യതയുള്ളതാണ്. പാപങ്ങൾ അങ്ങനെയാണ്, നിരന്തരം ഒരു പാപം ചെയ്തു അതിൽ നിന്ന് പിന്മാറുന്നില്ല, അവൻ അതിൽ തന്നെ അടിയുറച്ച് നിൽക്കുകയാണ്. അത് പതിവാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ചിലപ്പോൾ അത് വലിയ പാപങ്ങളിലേക്കും അതിനുശേഷം പിന്നെ കുഫറിലേക്കും ശിർക്കിലേക്കും എത്തും. അതുകൊണ്ട് ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷെ അത് എന്നാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പറയാൻ സാധിക്കൂല. അതാണ് നിഫാഖുൽ അസ്ഗർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇവിടെ, ഇല്ലാ ഹറമഹുല്ലാഹു അലന്നാർ, ആരാണോ ഹൃദയത്തിൽ നിന്ന് സത്യസന്ധമായി കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി പറയുന്നത്, എന്നാൽ അള്ളാഹു എന്ത് ചെയ്യും, അവനെ നരകത്തിന്റെ മേൽ നിഷിദ്ധമാക്കും എന്നാണ് പറഞ്ഞത്. നരകത്തിന്റെ മേൽ നിഷിദ്ധമാക്കുമെന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് വിവക്ഷ? തീരെ അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണോ? അതിന്റെ വിശദീകരണമാണ് അത്തഹരീമു അലന്നാരി ഫി നുസൂസ് ശർഇയ്യ അലാ ഖിസ്മൈൻ. ധാരാളം എന്തുണ്ട്, ഖുർആനിലും ഹദീസുകളിലും വന്നിരിക്കുന്ന ഉദ്ധരണികൾ, നുസൂസുകൾ, അതിൽ
നരകത്തിന്റെ മേൽ നിഷിദ്ധമാക്കപ്പെട്ടു എന്നുള്ളതായ പ്രയോഗങ്ങളുടെ വിവക്ഷ എന്താണ്? അത് രണ്ടും ഇനമാണ്. അതിൽ ഒന്ന് തഹരീമുൻ അമദിയുൻ. തഹരീമുൻ അമദിയാണ്. തഹരീമുൻ അമദിയുൻ എന്ന് പറഞ്ഞാൽ കാലാകാലം അവൻ എന്ത് ചെയ്യില്ല, നരകത്തിൽ കിടക്കുകയില്ല എന്നേ ഉള്ളൂ, നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്നില്ല. അതാണ് ഒരിനം. നരകത്തിൽ പ്രവേശിച്ചേക്കാം, പക്ഷെ അവൻ എന്തായിരിക്കൂല, കാലാകാലം നരകത്തിന്റെ അവകാശിയാവുക. കാലാകാലം നരകത്തിൽ കിടക്കുന്നതിനെ തൊട്ട് അവന്റെ ശരീരത്തെ അള്ളാഹു ചെയ്യും, നിഷിദ്ധമാക്കും. അതാണ് ഒരിനം, തഹരീമുൻ അമദിയുൻ. ഹാദാ ഫി ഹഖ്ഖി ഉസാത്തിൽ മുവഹിദീൻ. ഇത് മുവഹിദീങ്ങളിലുള്ള തൗഹീദുള്ള ആളുകളിൽ തിന്മ ചെയ്ത ആളുകളുണ്ടാവും, പാപങ്ങൾ ചെയ്ത ആളുകളുണ്ടാവും. അവരുടെ അവസ്ഥയാണത്. പാപം ചെയ്ത ആളുകൾ, അവൻ തൗഹീദ് ഉണ്ട്, ശിർക്ക് ചെയ്തിട്ടില്ല, എന്നാൽ നരകം അവന്റെ മേൽ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞാൽ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണോ? അങ്ങനെയല്ല, നരകത്തിൽ പ്രവേശിക്കാം, പക്ഷെ കാലാകാലം നരകത്തിൽ കിടക്കുന്നതിനെ തൊട്ട് എന്താണ്, അവന്റെ മേൽ നിഷിദ്ധമാക്കപ്പെട്ടിട്ടുണ്ട് നരകം. അവൻ ഒരു പക്ഷെ എന്ത് ചെയ്യും, ഒരു പക്ഷെ അല്ല, അവൻ രക്ഷപ്പെടും. മുവഹിദാണെങ്കിൽ എന്ത് ചെയ്യും, അത് രക്ഷപ്പെടും. ഇതാണ് തഹരീമുൻ അമദി. ഫമൻ ഷാ അല്ലാഹു തആല അൻ യുഅദ്ദിബഹു ഫിന്നാരി അദ്ഖലഹു അൻ-നാറ ഇബ്തിദാഅൻ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചു നരകത്തിലിട്ട്, അവൻ തൗഹീദിന്റെ പക്ഷം എന്തുണ്ട്, പാപങ്ങൾ ചെയ്തവനാണ്. അപ്പോ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിപ്പിച്ചേക്കാം. ഇബ്തിദാ എന്ന നിലയിൽ ആദ്യം ചിലപ്പോൾ എന്ത് ചെയ്യും, നരകത്തിൽ പ്രവേശിപ്പിക്കും. എന്നിട്ട് അവന്റെ മേൽ ഖുലൂദിനെ നിഷിദ്ധമാക്കും. ഖുലൂദ് ശാശ്വതമായി അവിടെ കിടക്കുന്നതിനെ തൊട്ട് എന്ത് ചെയ്യും, അത് അവന്റെ മേൽ നിഷിദ്ധമാക്കും. അപ്പൊ അവന്റെ മആല്, അതായത് ആഖിബത്ത്, അവസാനം എന്തായി മാറും, സ്വർഗപ്രവേശനമായി മാറും എന്നുള്ളതാണ്. അതാണ് ഒരു കിസ്മ. തഹരീമുൻ അമദിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വിഭാഗം. രണ്ടാമത് തഹരീമുൻ മുത്ലഖാണ്, നിരുപാധികം എന്താണ്, അവന്റെ മേൽ നരകം നിഷിദ്ധമാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം. അതാർക്ക് പറയപ്പെട്ടതാണ്, വഹാദാ ഫീ ഹഖ്ഖി മൻ ഹഖഖ തൗഹീദ. തൗഹീദ് യാഥാർത്ഥ്യമാക്കിയ ആളുകളുടെ സവിശേഷതയാണത്, അവർക്കുള്ളതാണത്. ഫഇന്നഹു ലാ തമസ്സുഹു അൻ-നാർ, അവനെ നരകം സ്പർശിക്കുകയില്ല. ഫലാ യദ്ഖുലുഹാ ഇബ്തിദാഅൻ വലാ മആല, അവൻ തുടക്കത്തിലും പ്രവേശിക്കുകയില്ല, കാലാകാലവും കിടക്കുകയില്ല. അല്ലാഹു അവനെ എന്ത് ചെയ്യും, ആദ്യമേ രക്ഷപ്പെടുത്തും. അല്ലാഹു നരകത്തെ തൊട്ട് കാത്ത് നാം ഏവരെയും കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ അവൻ നരകത്തിലേക്ക് പ്രവേശിക്കേണ്ടതേ ഇല്ല, ആദ്യമേ തന്നെ അവൻ എന്ത് ചെയ്യും, സ്വർഗത്തിൽ പ്രവേശിക്കും. അങ്ങനെയുള്ളവരാണ്. അപ്പൊ ഇതാണ് അതിന്റെ വിവക്ഷ. അപ്പോ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ നരകം നിഷിദ്ധമാണെന്ന് പറഞ്ഞാൽ തീരെ നരകത്തിൽ കയറൂല എന്ന് അല്ല, പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ എന്ത് ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട ഉലമാക്കൾ ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ നന്മ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തൂക്കിക്കണക്കാക്കുക. തൂക്കിക്കണക്കാക്കിയാൽ അവന്റെ നന്മയാണ് തിന്മയേക്കാൾ തൂക്കമേറിയത്, എന്നാൽ അവൻ എന്ത് ചെയ്യും, സ്വർഗത്തിൽ പ്രവേശിക്കും. നന്മയാണ് തിന്മയേക്കാൾ കൂടുതലെങ്കിൽ അവൻ നേരെ സ്വർഗത്തിലേക്ക് പോകും. ഒരാളുടെ നന്മയും തിന്മയും സമമാണ്, എന്നാൽ അവൻ അഹ്ലുൽ മആരിഫാണ്, അസ്ഹാബുൽ ആറാഫാണ്. അസ്ഹാബുൽ ആറാഫ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിനും നരകത്തിനും ഇടയിലുള്ള ഒരു പ്രദേശമാണ്. അവിടെ അവനെ പ്രവേശിപ്പിക്കും. സ്വർഗത്തിലുള്ള ആളുകളെയും അവന് കാണാം, നരകത്തിലുള്ള ആളുകളെയും കാണാം. നരകത്തിലുള്ള ആളുകളെ കാണുമ്പോൾ അവൻ പേടിച്ച് അട്ടഹസിക്കും, കരയും, അല്ലാഹുവോട് ദുആ ചെയ്യും അതിനെ രക്ഷപ്പെടുത്താൻ. സ്വർഗത്തിന്റെ ആളുകളെ കാണുമ്പോൾ അവർ സലാം പറയും. അവരെ അല്ലാഹു ഒരു കാലയളവ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അവരുടെ നന്മയും തിന്മയും ഒരേപോലെയാണ്. വേറെ ചില ആളുകളുടെ തിന്മയാണ് കൂടുതലുള്ളത്, നന്മയേക്കാൾ അവന്റെ തിന്മയുടെ തുലാസ് ഭാരമേറിയിരിക്കുകയാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. തീരെ ഭാഗ്യം കെട്ടവരാണ് അങ്ങനെ സംഭവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിന് വലിയ ഫള് ചെയ്തിട്ടുണ്ട്. ഒരാൾ ഒരു നന്മ ചെയ്താൽ 10ഉം 70ഉം 700ഉം അതിനിരട്ടിയുമായിട്ട് അള്ളാഹു ചെയ്യും, അതിന് പ്രതിഫലം നൽകും. ഒരു തിന്മ ചെയ്താൽ ഒരു തിന്മയായിട്ട് മാത്രമേ എന്തുള്ളൂ, അള്ളാഹു പരിഗണിക്കുകയുള്ളൂ. ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, കരുതിയിട്ടേ ഉള്ളൂ, പക്ഷെ അവന് ചെയ്യാൻ സാധിച്ചില്ല, എന്നാലും അവൻ എന്ത് ചെയ്യും, ഒരു നന്മയുടെ പ്രതിഫലം രേഖപ്പെടുത്തും.
ഒരാൾ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അവൻ അതിൽ നിന്ന് മാറി, എന്നാൽ അതും എന്താണ്? നന്മയാണ്. ഒരാൾ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, അത് പ്രവർത്തിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഒരു തിന്മയായി. എന്നിട്ടും ഒരാളുടെ നന്മയും തിന്മയും തൂക്കുമ്പോൾ തിന്മയാണ് കൂടുതലെങ്കിൽ അത് അപകടമാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവിടെയും അല്ലാഹുവിന്റെ ഫضലുണ്ട്. അവൻ മുവഹിദാണോ? മുവഹിദിന്റേതാണ് എന്ത് ചെയ്യുക? തൂക്കി വെക്കുക. അതല്ലാത്തവന്റെ തൂക്കി നോക്കിയിട്ട് കാര്യമില്ല. കുഫറും ശിർക്കുമുള്ളവനാണെങ്കിൽ നരകത്തിലേക്ക് ആദ്യമേ പോകും. തിന്മയുടെ തുലാസ് ധാരാളമായി അത് തൂങ്ങി. അങ്ങനെയുള്ള ആളുകൾക്കും ഒരുപക്ഷെ അള്ളാഹു ചെയ്തേക്കും, അവന്റെ ഫضല് കൊണ്ട് പുറത്തു കൊടുത്തേക്കും. നരകത്തിൽ പ്രവേശിപ്പിക്കാതെ ചിലപ്പോൾ അവൻ എന്ത് ചെയ്യും? അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക. അത്രയ്ക്കും ഫضലുള്ളവനാണ് അള്ളാഹു. അതല്ല എങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? അള്ളാഹു അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കും, അവനെ ശുദ്ധീകരിക്കാൻ. അതിനുശേഷം പിന്നീട് അവൻ എന്ത് ചെയ്യും? രക്ഷപ്പെടുത്തും. ഇതാണ് അള്ളാഹുവിന്റെ രീതി. ഖുർആനിലും സുന്നത്തിലും പഠിപ്പിക്കപ്പെട്ട നടപടിക്രമമാണത്. അപ്പോ ഇതാണ് നരകം നിഷിദ്ധമാണ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. എന്നാൽ സ്വർഗം അവന്റെ മേൽ നിഷിദ്ധമാണ് എന്നുള്ള ചില നസൂസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. അങ്ങനെ വന്നിരിക്കുന്നതായ ഉദ്ധരണികൾ ഖുർആനിലും സുന്നത്തിലുമെല്ലാം സ്വർഗം അവന്റെ മേൽ നിഷിദ്ധമായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് അതും രണ്ട് കിസ്മുണ്ട്. തഹരീമുൻ മുഅഖ്ഖതുൻ, സമയബന്ധിതമായ നിഷിദ്ധമാണ്. അതായത് അൻ തുഹറമ അലൈഹിൽ ജന്ന ഇലാ അമദിൻ മുഅയ്യനിൻ സുമ്മ യദ്ഖുലുഹാ, ഒരു നിശ്ചിത കാലയളവ് സ്വർഗം അവന്റെ മേൽ നിഷിദ്ധമാക്കപ്പെടും. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യും? അവനെ പ്രവേശിപ്പിക്കും. അപ്പോ ചില പാപങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗം നിഷിദ്ധമാണ് എന്ന് ഹദീസുകളും മറ്റെല്ലാം കാണും. അവൻ മുവഹിദാണ് എങ്കിൽ കാലാകാലം അവന് സ്വർഗം നിഷിദ്ധമാണെന്നല്ല അർത്ഥം. പിന്നെന്താണ്? അവൻ ഒരു നിശ്ചിത കാലയളവിൽ സ്വർഗം അവന്റെ മേൽ നിഷിദ്ധമായിരിക്കും എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നീട് എന്ത് ചെയ്യും? അവൻ രക്ഷപ്പെടുത്തപ്പെടും. വഹാദാ യകൂനു ഫി ഹഖ്ഖിൽ മുവഹിദീൻ, മുവഹിദീങ്ങളുടെ കാര്യത്തിലാണത്. മിൻ അസ്ഹാബിൽ കബായിർ, വലിയ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. മുവഹിദാണ്, പക്ഷേ വലിയ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇദാ ലം യഅഫുല്ലാഹു അൻഹും ഇബ്തിദാഅൻ, അല്ലാഹു അവന് ആദ്യമേ അഫു ചെയ്ത് കൊടുത്തിട്ടില്ല എങ്കിൽ സ്വർഗം എന്തായിരിക്കും? അവന്റെ മേൽ ആദ്യം നിഷിദ്ധമായിരിക്കും. അഫു ചെയ്ത് കൊടുത്താൽ, അള്ളാഹു അവന് വിട്ടുവീഴ്ച ചെയ്താൽ, പാപം പുറത്തു കൊടുത്താൽ എന്ത് ചെയ്തേക്കും? അവൻ തുടക്കത്തിൽ തന്നെ സ്വർഗത്തിൽ പ്രവേശിച്ചേക്കാം. രണ്ടാമത്തെ ഇനം തഹരീമുൻ അബദിയുൻ, അവധിയായിട്ട് കാലാകാലം സ്വർഗം നിഷിദ്ധമാക്കപ്പെട്ട ആളുകളുണ്ട്. അതാരാണ്? അയ്യുഹറമ അലൈഹി ദുഖൂലുൽ ജന്ന, അയ്യുഹറമ അലൈഹി ദുഖൂലുൽ ജന്ന വയകൂനു മിനൽ ഖാലിദീന ഫിന്നാർ, കാലാകാലം സ്വർഗം അവന്റെ മേൽ നിഷിദ്ധമാക്കപ്പെടും, അവൻ നരകത്തിൽ കാലാകാലമായിരിക്കും. വഹാദാ ഫി ഹഖ്ഖിൽ കാഫിരി വൽ മുനാഫിഖ് നിഫാഖൻ അക്ബർ, അത് കാഫിറിന്റെ കാര്യത്തിലുള്ള അവസ്ഥയാണ്. വലിയ നിഫാഖ് ചെയ്ത ആളുകളുടെയും അവസ്ഥ അതായിരിക്കും എന്നുള്ളതാണ്. വൽ ഖുലാസതു, ഇതിന്റെ രത്ന ചുരുക്കം, സമ്മറി, അതിന്റെ ആകത്തുക, അന്നന്നാസ യൻഖസിമൂന യൗമൽ ഖിയാമത്തി അഖ്സാമൻ, ഖിയാമത്ത് നാളിൽ ജനങ്ങൾ വ്യത്യസ്ത വിഭാഗങ്ങളാവും. അതിൽ ഒരു വിഭാഗം മൻ യദ്ഖുലുൽ ജന്നത ഇബ്തിദാഅൻ വ മആലൻ, ആദ്യമേ തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാണ്. കാലാകാലം അവർ സ്വർഗത്തിലായിരിക്കും. സ്വർഗത്തിൽ ആദ്യമേ പ്രവേശിക്കുന്നു, കാലാകാലം അവർ തന്നെ തുടരുന്നു. വലാ യദ്ഖുലുൻ നാറ മുത്ലക, തീരെ തന്നെ എന്തിയില്ല, നരകത്തിൽ പ്രവേശിക്കാത്ത ഒരു വിഭാഗമുണ്ട്. വഹഉലാഇ ഹുമുൽ ലദീന ഹഖഖു തൗഹീദ്, അത് തൗഹീദ് യാഥാർത്ഥ്യവൽക്കരിച്ചവരാണ്. വഉസാത്തുൽ മുവഹിദീന അല്ലദീന അഫല്ലാഹു അൻഹു, പാപങ്ങളും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകാം, പക്ഷെ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അഫു ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു? സ്വർഗത്തിലേക്ക് ആദ്യമേ പ്രവേശിച്ചു. അങ്ങനെയുള്ള ആളുകളാണ്. രണ്ടാമതൊരു വിഭാഗം മൻ തഹറുമു അലൈഹിൽ ജന്നത്തു ഇബ്തിദാൻ, തുടക്കത്തിൽ സ്വർഗം നിഷിദ്ധമാക്കപ്പെട്ടു, എന്നാൽ വയദ്ഖുലുഹാ മആലൻ, അവന്റെ അന്ത്യം എവിടെയായിരിക്കും? സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. വഹഉലാഇ ഹും ഉസാത്തുൽ മുവഹിദീന ഇദാ ലം യഅഫുല്ലാഹു അൻഹും, അവർ മുവഹിദീങ്ങളാണ്, പക്ഷെ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലാഹു തുടക്കത്തിൽ അവർക്ക് എന്ത് ചെയ്തില്ല? മാപ്പ് ചെയ്തില്ല. അങ്ങനെയുള്ള ആളുകൾ പിന്നീട് എന്ത് ചെയ്യും? സ്വർഗത്തിൽ പ്രവേശിക്കും, മുവഹിദീങ്ങളാണെങ്കിൽ. മൂന്നാമത്തേത് മൻ തഹറുമു അലൈഹിൽ ജന്നത്തു ഇബ്തിദാഅൻ വ മആലൻ, കാലാകാലം തുടക്കത്തിലും അന്ത്യത്തിലും എല്ലാം സ്വർഗം നിഷിദ്ധമാക്കപ്പെട്ടവരാണ്. വയദ്ഖുലൂന അന്നാർ, അവർ നരകത്തിൽ പ്രവേശിക്കും. വയഖുലൂന ഫീഹാ, അതിൽ കാലാകാലം അവശേഷിക്കും. വഹുമുൽ കുഫാർ വൽ മുനാഫിഖൂന നിഫാഖൻ അക്ബർ, കുഫാറുകളാണ്,
വലിയ നിഫാഖ് ചെയ്ത ആളുകളാണ്. അള്ളാഹു നരകത്തിന്റെ ശിക്ഷയിൽ തൊട്ട് നാം ഏവരെയും കാത്ത് രക്ഷിക്കുകയും ആദ്യം തന്നെ സ്വർഗത്തിന്റെ ഉന്നത പദവികൾ കരസ്ഥമാക്കുന്നവരിൽ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ. 10ാമത്തെ ചോദ്യം, അസ്സുആലുൽ ആശിർ, മാ അഅ്ദമു ദുനൂബ്, പാപങ്ങളിൽ ഏറ്റവും ഗുരുതരമായ പാപം ഏതാണ് എന്നതാണ്. അൽ ജവാബ് അശ്ശിർകു ബില്ലാഹി ജല്ല വഅല. അതിനുള്ള ഉത്തരം അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അള്ളാഹുവിൽ പങ്കുചേർക്കലാണ് ഏറ്റവും ഗുരുതരമായ പാപം. എന്താണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ? അശ്ശിർകു ഹുവ ഇബാദത്തു ഗൈരില്ലാഹി മഅല്ലാഹ്, അള്ളാഹുവിനോട് കൂടെ അള്ളാഹു അല്ലാത്തവർക്കും ഇബാദത്ത് ചെയ്യലാണ്. അള്ളാഹു ഇബാദത്ത് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നു? അതിനോടുകൂടെ സൃഷ്ടികൾക്കും ഇബാദത്ത് ചെയ്യുന്നു. ഇതാണ് ശിർക്ക്. വഹുവ അഅ്ദമു ദംബിൻ ഉസിയല്ലാഹു അസ്സ വജല്ല ബി, അള്ളാഹുവിനോട് ചെയ്യപ്പെടുന്ന പാപങ്ങളിൽ, അനുസരണക്കേടുകളിൽ ഏറ്റവും ഗുരുതരമായ അനുസരണക്കേട് ഇതാണ്, ഈ പറയുന്ന ശിർക്കാണ്. വഹുവ അഅ്ദമു മാ അർസലല്ലാഹു റുസുല ലിന്നഹി അൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുർസലീങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്, അയച്ചിട്ടുണ്ട്. അംബിയ മുർസലീങ്ങളെ നിയോഗിച്ചു. അങ്ങനെ നിയോഗിച്ചതിൽ ഏറ്റവും ഗുരുതരമായ കാര്യം അവർ വഹുവ അഅ്ദമു, ഒന്നിൽ വെച്ച് ഏറ്റവും ഗുരുതരമാണ്. അർസലല്ലാഹു റുസുല ലിന്നഹി അൻ, എന്തിനാണ് മുസ്ലിങ്ങൾ അയച്ചത്? ഒരു കാര്യത്തെ നിരോധിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു മുസ്ലിങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിരോധിച്ചവയിൽ ഏറ്റവും ഗുരുതരമായത് ഏതാണ്? ശിർക്കാണ്. വഹുവ ദംബു അല്ലദീ യൂജിബു ലിൽഇബാദി ദുഖൂല നാരി ജഹന്നം, കാലാകാലം നരകത്തിലേക്ക് പ്രവേശിക്കൽ അനിവാര്യമാക്കി തീർക്കുന്ന പാപമാണത്. അതുകൊണ്ട് തന്നെ ലിദാലിക വജബ അലൈനാ അൻ നതഅല്ലമ അശ്ശിർക ഹത്താ നതവഖ, ശിർക്ക് എന്താണെന്ന് പഠിക്കൽ നമുക്ക് നിർബന്ധമാണ്. എന്തിനു വേണ്ടിയിട്ട്? അതിനെ തൊട്ട് നാം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, സൂക്ഷ്മത പാലിക്കാൻ വേണ്ടിയിട്ട്. കാരണം ലിഅന്ന അശ്ശിർക ബില്ലാഹി യുഹ്ബിതുൽ അമല, ശിർക്ക് ഒരാൾ സംഭവിച്ചാൽ, അള്ളാഹുവിനോട് ഒരാൾ പങ്കുചേർത്താൽ, അത് അവന്റെ അമലുകൾ മുഴുവൻ എന്ത് ചെയ്യും? ബാത്തിലാക്കി കളയും, പൊളിച്ചു കളയും. മഹ്മാക്കാൻ അദീമൻ വ കസീറ, ആ അമൽ എത്ര വലിയ അമലാകട്ടെ, എത്ര അധികം ചെയ്ത അമലാകട്ടെ, ചിലപ്പോൾ ധാരാളം സമ്പത്ത് ചെലവഴിച്ചിട്ടുണ്ടാകാം, അതിന് ധാരാളം പരിശ്രമിച്ചിട്ടുണ്ടാകാം, വലിയ രീതിയിൽ സമയം ചെലവഴിച്ചിട്ടുണ്ടാകാം. പക്ഷെ ശിർക്കാണോ? എല്ലാ അമലുകളും പൊളിച്ചോളും, എല്ലാ അമലുകളെയും പൊളിച്ചോളും, ഏതെങ്കിലും ഒരു അമലല്ല. ഏതുപോലെ കമാ ഖാല തആല ലിനബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറഞ്ഞതുപോലെ വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക, നബിയെ താങ്കൾക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്, താങ്കൾക്ക് മുമ്പുള്ള അമ്പിയാക്കൾക്കും വഹി നൽകപ്പെട്ടിട്ടുണ്ട്. എന്താണ് വഹി നൽകപ്പെട്ടത്? ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലു, നിശ്ചയമായും താങ്കൾ അമൽ എന്ത് ചെയ്യും? പൊടിഞ്ഞു പോകുക തന്നെ ചെയ്യും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ ഖാസിരീങ്ങളിൽ ഉൾപ്പെടുകയും ചെയ്യും എന്ന് വഹി നൽകപ്പെട്ടിട്ടുണ്ട്. താങ്കൾക്കും നൽകപ്പെട്ടിട്ടുണ്ട്, മുൻഗാമികളായ എല്ലാ പ്രവാചകന്മാർക്കും നൽകപ്പെട്ടിട്ടുണ്ട്. എല്ലാ അമലും പൊടിഞ്ഞു പോകുന്നതാണ്. മാത്രമല്ല ഖൗലുഹു തആല വലഖദ് ഊഹിയ ഇലൈക, താങ്കൾക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ. വ ഇലല്ലദീന മിൻ ഖബ്ലിക്, താങ്കൾക്ക് മുമ്പുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ ഇലാ ഇഖ്വാനിക മിനർ റുസുലി, മുർസലീങ്ങളിൽ നിന്ന് താങ്കളുടെ സഹോദരന്മാർക്ക്. ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ, എല്ലാ അമ്പിയാക്കന്മാരോടും ഇത് ചെയ്തു അല്ലാഹു പറഞ്ഞു. وكذلك لما ذكر الله تعالى جملة من الأنبياء عليهم السلام في سورة الأنعام, സൂറത്തുൽ അൻആമിൽ അല്ലാഹു കുറേയധികം അമ്പിയാക്കന്മാരുടെ പരാമർശങ്ങൾ നടത്തി. അതിനുശേഷം പറഞ്ഞു ذلك هدى الله يهدي به من يشاء من عباده, ഇതാകുന്നു അല്ലാഹുവിന്റെ സന്മാർഗ്ഗം. അല്ലാഹു അവന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവരെ അതിലേക്ക് എന്ത് ചെയ്യുന്നു? വഴി കാണിക്കുന്നു. വലൗ അശ്റകൂ, അവരെങ്ങാനും എന്ത് ചെയ്താൽ? ശിർക്ക് ചെയ്താൽ, ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തിരിക്കുന്ന അമലുകൾ എന്ത് ചെയ്യും? അത് മുഖേന പൊടിഞ്ഞു പോകും. അമലുകൾ മുഴുവൻ എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും. നമസ്കാരങ്ങൾ ഉണ്ടെങ്കിൽ അത് പോകും. നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, മാതാപിതാക്കളുള്ള അനുസരണങ്ങൾ, സഹായങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു പോകും. ഫശ്ശിർകു ഹുവ അഅ്ദമു ദുനൂബ്, അതുകൊണ്ട് പാപങ്ങളിൽ ഏറ്റവും ഗുരുതരമായത് ശിർക്ക് തന്നെയാണ്. പലപ്പോഴും ഈ ഗൗരവം ആളുകൾ കാണുന്നില്ല. ശിർക്ക് അത്ര ഗൗരവമായിട്ട് പലരും എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ചില ആളുകൾ പറയും, ഇസ്ലാമിക ദായിമാർ എന്ന് പറയുന്നവർ തന്നെ എന്താണ്, ആളുകൾക്ക് പലതിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങൾക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്,
അതുപോലെ മറ്റുള്ളവർക്ക് അവരവരുടെ ആരാധ്യർക്ക് ഇബാദത്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന ചില ആളുകൾ കാണാം. വലിയ അപകടമാണിത്. അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ. അള്ളാഹുവിന് പുറമെ ഒരു സൃഷ്ടികൾക്കും ഇബാദത്ത് ചെയ്യാൻ അർഹത ആർക്കുമില്ല. അതിന് അവകാശം അള്ളാഹു വകവെച്ചു കൊടുത്തിട്ടില്ല. അതിന് സ്വാതന്ത്ര്യം ആർക്കും അള്ളാഹു കൊടുത്തിട്ടില്ല. കാരണം അത്രയ്ക്കും ഗുരുതരമായ കാര്യമാണത്, അത്രയ്ക്കും നികൃഷ്ടവുമാണത്. ശിർക്ക് ചെയ്യുന്നവരോടാണ് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ കോപം. കലാകാല നരകത്തിന്റെ അവകാശികളാണ്. അതുകൊണ്ട് ചെറിയ കാര്യമല്ലാതെ വേറെ പല പാപങ്ങളെയും വലിയ ഗുരുതരമായി കാണുന്നവർ തന്നെ ശിർക്കിനെ വളരെ നിസ്സാരമായി കാണുന്നവരുണ്ട്. ഇത് വലിയ അപകടം പിടിച്ച കാര്യമാണ്. അതുകൊണ്ട് പാപങ്ങളിൽ ഏറ്റവും ഗുരുതരമാണ്. അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ പങ്കു ചേർക്കപ്പെടുന്നതിന് പുറത്തു കൊടുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതിന് പുറമെയുള്ളതിനെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറാ ഇസ്മൻ അദീമ. ആരാണോ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത് അവൻ വലിയ ഗുരുതരമായ ഒരു കെട്ടുകഥയാണ് കെട്ടിച്ചമച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ശിർക്കല്ലാത്തതിന് അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞാൽ, ഒരാൾ ശിർക്ക് ചെയ്തു, ശിർക്ക് ചെയ്തിട്ട് അവൻ മരണപ്പെടുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ടില്ല, മടങ്ങിയിട്ടില്ല തൗഹീദിലേക്ക്, അങ്ങനെയാണ് മരിച്ചു പോകുന്നത്. എന്നാൽ പിന്നെന്തില്ല, അവന് തൗബയില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഒരാൾ ശിർക്ക് ചെയ്തു, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്തു, ഏതെങ്കിലും അമ്പിയാക്കളോട് ദുആ ചെയ്തു, അവർക്ക് നേർച്ചകൾ അർപ്പിച്ചു, ഏതെങ്കിലും വലിയകള് എന്ത് ചെയ്തു, ആരാധനകൾ അർപ്പിച്ചു, എന്നിട്ട് അവൻ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു, തൗബ ചെയ്ത് മടങ്ങിയാൽ അല്ലാഹു എന്ത് ചെയ്യും? സ്വീകരിക്കും. ശിർക്ക് ചെയ്താൽ തീരെ സ്വീകരിക്കൂല എന്നല്ല അതിന്റെ അർത്ഥം. തൗബ ചെയ്ത് മടങ്ങി എന്ത് ചെയ്യും? സ്വീകരിക്കും. പിന്നെ ഇവിടെ പറഞ്ഞത് എന്താണ്? ശിർക്ക് ചെയ്തതിന് ശേഷം തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെന്തില്ല, പിന്നെ പാപമോചനമില്ല. എന്നാൽ ഒരാൾ എന്ത് ചെയ്തു? വ്യഭിചരിച്ചു, മദ്യപിച്ചു, മോഷ്ടിച്ചു, തൗഹീദ് വ്യക്തമാണ്, കൃത്യമാണ്, മരണപ്പെട്ടു പോയി ഈ പാപങ്ങളിൽ നിന്ന് അവൻ എന്ത് ചെയ്തിട്ടില്ല? തൗബ ചെയ്തിട്ടില്ല. ഒരു പക്ഷേ എന്ത് ചെയ്തേക്കാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുത്തേക്കാം. കാലാകാലം നരകത്തിൽ കിടക്കൂല, ചിലപ്പോൾ ശിക്ഷ കിട്ടിയേക്കാം, ചിലപ്പോൾ അവന്റെ അഫൂ കൊണ്ട് നേരെ തന്നെ സ്വർഗത്തിൽ പ്രവേശിച്ചേക്കാം. പക്ഷെ ശിർക്കിന്റെ കാര്യം അങ്ങനെയല്ല. ശിർക്കാണ് സംഭവിക്കുന്നത് എങ്കിൽ എന്താണ്, അവൻ തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ പാപമോചനമില്ല. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ പങ്കു ചേർക്കപ്പെടുന്നതിനെ പുറത്തു കൊടുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതിന് പുറമെയുള്ളതിനെ, അതിന് താഴെയുള്ളതിനെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ളല്ല ളലാലൻ ബഈദ. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അവൻ വളരെ ബഹുദൂരം എന്ത് ചെയ്തിട്ടുണ്ട്? വഴി തെറ്റിപ്പോയിട്ടുണ്ട്, വഴി പഴച്ചു പോയിട്ടുണ്ട്. വഖാല അസ്സ വജല്ല, വീണ്ടും അല്ലാഹു പറഞ്ഞു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്. ആരാണോ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവൻ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. സ്വർഗ്ഗം അല്ലാഹു അവന്റെ മേൽ എന്ത് ചെയ്തു? നിഷിദ്ധമാക്കി. വമഅവാഹു നാർ. അവന്റെ സങ്കേതം നരകമായിരിക്കും. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. അങ്ങനെയുള്ള അക്രമകാരികൾക്ക് ഒരു സഹായം വന്നെത്തുകയില്ല. നരകത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ ഒരു ശുപാർശകളും പിന്നെ വരികയില്ല. കാലാകാലം അവൻ നരകത്തിലായിരിക്കും. വഖാല അസ്സ വജല്ല, വീണ്ടും അല്ലാഹു പറഞ്ഞു, വല്ലദീന യദ്ഊന മഅല്ലാഹി വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെ കുറിച്ച് പറയുന്നതാണ് സൂറത്തുൽ ഫുർഖാനിൽ. റഹ്മാനായ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ, അവരുടെ പ്രത്യേകത എന്താണ്? അവർ അള്ളാഹുവിനോടുകൂടെ മറ്റൊരു ആരാധ്യനും കൊണ്ടും ദുആ ചെയ്യുകയില്ല. അള്ളാഹുവോട് മാത്രമേ ദുആ ചെയ്യുന്നവരാണ് അവർ, വേറെ ആരോടും ദുആ ചെയ്യാത്തവരാണ് അവർ. വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നതായ ജീവനെ അവർ ഹനിക്കുകയില്ല, കൊല്ലുകയില്ല. ഹക്കായ ജീവനെടുക്കലല്ലാതെ. ഹക്കായ രീതിയിലുണ്ട് ഖിസാസ് മുഖേനയുള്ളത്, അങ്ങനെയുള്ളത് അല്ലാതെ. വലാ യസ്നൂൻ. വ്യഭിചരിക്കാത്തവരുമാണവർ. വമൻ യഫഅൽ ദാലിക യൽഖാ അസാമാ. ഇതാരെങ്കിലും ചെയ്താൽ അവൻ എന്ത് ചെയ്യും? അതിന്റെ പാപഭാരം അവൻ എന്ത് ചെയ്യും? കണ്ടുമുട്ടുക തന്നെ ചെയ്യും. യുദാഅഫ് ലഹുൽ അദാബു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അവരുടെ ശിക്ഷകൾ എന്ത് ചെയ്യും? ഇരട്ടിയാക്കപ്പെടും. വയഖ്ലുദു ഫീഹി മുഹാന. അതിൽ നിന്ദിരായപ്പെട്ടവർ എന്ത് ചെയ്യും? കാലാകാലം കിടക്കും. അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്തു, ശിർക്ക് ചെയ്തു, എന്നാൽ എന്താണ്? കാലാകാലം അവർ നരകത്തിന്റെ അവകാശികളായി മാറും. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉനബ്ബിഉകും ബിഅക്ബരിൽ കബായിർ. വൻപാപങ്ങളിൽ ഏറ്റവും ഗുരുതരമായ പാപങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? 3 പ്രാവശ്യം നബി ആവർത്തിച്ച് ചോദിച്ചു. തരാറ്
ഖാലു സഹാബികൾ പറഞ്ഞു ബലാ യാ റസൂലല്ലാഹ്, അതെ അല്ലാഹുവിന്റെ റസൂലെ പറഞ്ഞു തരണം. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. ഒന്നാമത്തെ കാര്യം അതാണ് ഏറ്റവും ഗുരുതരമായ പാപം. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോട് നന്ദികേട് കാണിക്കലാണ്, അനുസരണക്കേട് കാണിക്കലാണ്. ശിർക്കിനോട് ചേർത്ത് പറഞ്ഞ പാപാണ്, വലിയ പാഠമുണ്ട് അതില്. മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുക, ഇത് സമൂഹത്തിൽ നിന്ന് വ്യാപകമായി കണ്ടുവരികയാണ്. പല നാടുകളിലും പല വീടുകളിലും മാതാപിതാക്കളോടുള്ള അനുസരണം എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. മാതാപിതാക്കളുടെ തൃപ്തി ഇല്ലാതെ അള്ളാഹുവിന്റെ തൃപ്തിയില്ല. മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി. സ്വർഗത്തിൽ പോകണം, മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തിയിരിക്കണം. അവരുടെ തൃപ്തി ഇല്ല എങ്കിൽ വലിയ അപകടമാണ്. ചിലപ്പോ 5 നേരം നമസ്കരിക്കുന്ന ആളുകളായിരിക്കാം, ധാരാളം സദഖയും സകാത്തും കൊടുക്കുന്നവരാകാം, ഹജ്ജ് ചെയ്യുന്നവരാകാം, ഉംറ ചെയ്യുന്നവരാകാം. പക്ഷേ മാതാപിതാക്കളുടെ പൊരുത്തമില്ല. മാതാപിതാക്കളോടുള്ള അനുസരണ കടമകൾ അവർ പൂർത്തിയാക്കുന്നില്ല. എന്നാൽ വലിയ അപകടമാണ്. ശിർക്കിനോട് അല്ലാഹു ചേർത്ത് പറഞ്ഞിരിക്കുന്നതായ പാപമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ കിടക്കുകയായിരുന്നു, ശാരി കിടക്കുകയായിരുന്നു. അങ്ങനെ എഴുന്നേറ്റിരുന്നു. ഇരുന്നിട്ട് പറഞ്ഞു അലാ വഖൗലു സൂർ, അലാ വഖൗലു സൂർ ഫമാ സാല യുകല്ലിറുഹാ. നബി ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അലാ വഖൗലു സൂർ, കള്ളസാക്ഷ്യത്തെ സൂക്ഷിക്കണമേ. കള്ളസാക്ഷ്യം പറയാൻ പാടില്ല. കള്ളസാക്ഷ്യം പറയും ആളുകൾ വ്യാജമായിട്ട് എന്ത് ചെയ്യുക, ആരുടെയെങ്കിലും അവകാശങ്ങൾ കവർന്നെടുക്കാൻ വേണ്ടിയിട്ട്, വ്യാജമായി അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കള്ളസാക്ഷികൾ കൊണ്ടുവരിക, ഇത് വലിയ ഗുരുതരമായ കാര്യമാണ്. ഇതിന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഞങ്ങൾ മനസ്സിൽ പറഞ്ഞു പോയി, ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ. അത്രയ്ക്ക് പേടിപ്പിക്കുന്ന രീതിയിൽ എന്ത് ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം പറഞ്ഞു. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇജ്തനിബു സബഅൽ മുബിഖാത്ത്, നാശകാരികളായ 7 പാപങ്ങളെ നിങ്ങൾ ഒഴിയുക. ഖാലു യാ റസൂലല്ലാഹ് വമാ ഹുന്ന, അല്ലയോ റസൂലേ ഏതാണ് നാശകാരികളായ 7 പാപങ്ങൾ, വൻപാപങ്ങൾ? ഖാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ശിർകു ബില്ലാഹ്, ഒന്നാമത് പറഞ്ഞതാണ് അശ്ശിർകു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്തനിബു അസ്സബഅൽ മുബിഖാത്ത്, അസ്സബഅൽ മുബിഖാത്ത് അതിനെ നിങ്ങൾ വെടിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞാൽ അയ്യിബ്തഇദു അൻഹാ, അതിനെ തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വിദൂരത്താവുക. വൽ മൂബിഖാത്ത്, മൂബിഖാത്ത് എന്ന് പറഞ്ഞാൽ യഅനി അൽ മുഹ്ലികാത്ത് അല്ലതി തുഹ്ലികു അസ്ഹാബഹാ, നാശകാരികളാണ്. ആരാണോ അതിൽ ഏർപ്പെടുന്നത് അവരെന്ത് ചെയ്യും, നശിപ്പിച്ചു കളയും. അങ്ങനെയുള്ള പാപങ്ങൾക്കാണ് എന്ന് പറയുന്നത് അസ്സബഉൽ മുബിഖാത്ത് എന്ന് പറയുന്നത്. അതാണ് സബഉൽ മുബിഖാത്ത് എന്ന് പറഞ്ഞാൽ നാശകാരികളായ വൻപാപങ്ങളാണ്. ഖാലു യാ റസൂലല്ലാഹ്, ഞങ്ങൾ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലേ ഏതാണത്? വമാ ഹുന്ന ഖാല അശ്ശിർകു ബില്ലാഹ്, ഒന്നാമതായിട്ട് നബി പറഞ്ഞു എന്താണ്, ശിർക്കാണ്, അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. ഫശ്ശിർകു ബില്ലാഹി ഹുവ അവ്വലുൽ മുബിഖാത്തി വഅഅദമുഹാ, വൻപാപങ്ങളിൽ ഏറ്റവും ഗുരുതരവും പ്രഥമവും ഏതാണ്, ഒന്നാമത്തേതും ഏതാണ്, ഈ പറഞ്ഞ ശിർക്കാണ്. കമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഹീന സഅലഹു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അയ്യു ദംബി അഅലമു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഗുരുതരമായ പാപം ഏതാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൻ തജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നീ അല്ലാഹുവിനെ സമനം ഉണ്ടാക്കലാണ്. ഏതവസ്ഥയിൽ അവനാണ് നിന്നെ സൃഷ്ടിച്ചതെന്നിരിക്കെ, നിന്റെ സൃഷ്ടാവ് അല്ലാഹുവാണ്, നിന്റെ റബ്ബ് അവനാണ്, നിനക്ക് റിസ്ക് നൽകുന്നവൻ അവനാണ്, നിന്നെ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അവനാണ് എന്നിരിക്കെ നീ അവന് തുല്യനായിട്ട് ഒരാൾ കാണുക. ഖുൽതു ഇന്ന ദാലിക ലഅദീമുൻ, അത് അത്ര ഗുരുതരമായതാണ് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഫജഅല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിഖാദൻ നിദ്ദി മഅല്ലാഹി സുബ്ഹാനഹു വതആല അലമദുൻ, അപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു അല്ലാഹുവിനെ പകരക്കാരനെ ഉണ്ടാക്കുക, സമനം ഉണ്ടാക്കുക എന്നുള്ളതിനെ ഏറ്റവും ഗുരുതരമായ പാപമായിട്ട് അവിടെ പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് ഫഅലൽ മുസ്ലിമി അയ്യഅരിഫ അശ്ശിർക സഗീറഹു വകബീറ, ഒരു മുസ്ലിമിന്റെ മേൽ അനിവാര്യമാണ് അവൻ ശിർക്കിനെ കുറിച്ച് അറിയണം. ശിർക്ക് എന്താണെന്ന് അറിയണം. ഒരാൾ തൗഹീദൊക്കെ പഠിച്ചിട്ടുണ്ട്, ശിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പോകുന്നില്ല, എന്നാൽ തന്നെയും ശിർക്ക് എന്താണെന്ന് പഠിച്ചുകൊണ്ടിരിക്കണം, ഇത് കേട്ടുകൊണ്ടിരിക്കണം, പറഞ്ഞുകൊണ്ടിരിക്കണം. എത്ര തൗഹീദ് അടിയുറച്ച സമൂഹത്തിലാണെങ്കിലും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതല്ലെങ്കിൽ അപകടമാണ്.
ഞായറാഴ്ച അയൽക്കാട് വെച്ചിട്ട് രാവിലെ ഒരു 9 മണി മുതൽ അസർ കഴിഞ്ഞിട്ട് ആണ് അവസാനിക്കുന്നത്. അപ്പൊ അതില് ഇസ്ലാമില് നമ്മുടെ ഇസ്ലാം പൊളിഞ്ഞു പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. നവാഖിബുൽ ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പൊ അത് വിശദമായിട്ട് പറയുന്ന നല്ലൊരു ദർശനം. നമ്മൾ ആരെങ്കിലും പങ്കെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിന് പഠിക്കാൻ പറ്റും. ഞായറാഴ്ചയാണ്, നമുക്ക് സ്കൂളുമില്ല, ഒഴിവുള്ള ദിവസം. ഇവിടെ നമുക്ക് ഒരുമിച്ച് പോവാം. സൗകര്യമൊക്കെ ഉണ്ടാവും. ഇവിടെ തയ്യാറാണ് ബാക്കി എടുത്താൽ. അപ്പോ ഷിർക്കിനെ സംബന്ധിച്ച് അറിയൽ നിർബന്ധമാണ്. ചെറിയ ഷിർക്കാണെങ്കിലും വലിയ ഷിർക്കാണെങ്കിലും. ഷിർക്ക് വലുതുകൊണ്ട് ചെറുതുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ചോദ്യത്തിൽ ചെയ്യുന്നുണ്ട്, അതിന് വിശദാംശങ്ങൾ വരുന്നുണ്ട്. അതിന്റെ വ്യത്യസ്ത രൂപങ്ങൾ, വ്യത്യസ്ത ഇനങ്ങൾ, തഫ്സീലാത്തിഹി അതിന്റെ വിശദാംശങ്ങൾ, ഇതെല്ലാം അറിയണം. എന്തിനാണ് അങ്ങനെ അറിയുന്നത്? ഹത്താ ലാ യഖഅ ഫീഹി വഹുവ ലാ യഅലം. ഒരുപക്ഷെ അറിയാതെ എന്ത് ചെയ്തേക്കാം, ഷിർക്ക് നമ്മിലേക്ക് വന്നു ചേർന്നേക്കാം. അതില്ലാതിരിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഉമ്മത്തിൽ ഷിർക്ക് വരുന്നത് കറുത്ത പാറയുടെ മുകളിലൂടെ ഒരു എറുമ്പ് അരിച്ചു പോവുകയാണ്. അത് എത്ര ഗോപ്യമായിട്ടാണോ അതിനേക്കാളും ഗോപ്യമായിട്ട് എന്ത് ചെയ്യും, ഷിർക്ക് വരും. ഉറുമ്പിങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കറിയില്ല, നമ്മുടെ പരിസരത്ത് ധാരാളം ഉറുമ്പുകൾ സഞ്ചരിക്കുന്നുണ്ടാവും, അത് നമ്മൾ അറിയുന്നില്ല. അങ്ങനെ അതിനേക്കാളും ഗോപ്യമായിട്ട് എന്ത് ചെയ്യും, ഷിർക്ക് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഷിർക്കിന്റെ വകഭേദങ്ങൾ, അതിന്റെ ഇനങ്ങളൊക്കെ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കൽ അനിവാര്യമാണ്. എന്നാലാണ് അതിലേക്ക് ചാടാതിരിക്കാൻ സാധിക്കുള്ളൂ, രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന الناس يسألون رسول الله صلى الله عليه وسلم عن الخير. ജനങ്ങൾ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നന്മകളെ കുറിച്ചാണ് ചോദിക്കല്. ഏതാണ് നബിയെ ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടമുള്ള അമല്, പ്രതിഫലാർഹമായ അമൽ ഏതാണ് എന്ന് ജനങ്ങൾ എന്ത് ചെയ്യും, ചോദിക്കും. പക്ഷേ വകുന്തു അസ്അലുഹു അനി ശർരി, ഞാൻ ചോദിക്കുന്നത് എന്താണ്, ഷർറുകളെ കുറിച്ചാണ്, തിന്മയെ സംബന്ധിച്ചാണ്. എന്തിനാണ് ഞാൻ തിന്മ ചോദിക്കുന്നത്? മഹാഫതയുദ്രിക്കരി, ആ തിന്മ എന്നിൽ വന്ന് പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇന്നതെല്ലാം തിന്മയാണെന്ന് അറിഞ്ഞാൽ അത് എന്ത് ചെയ്യാം, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. വഫീ തഖരീരി ഹാദൽ മഅന യഖൂലു ഷാഇർ, അതിനെ സംബന്ധിച്ച് ഈ അർത്ഥത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കവി പറയുന്നുണ്ട്, അറഫ്തു ശർറ ലാ ലിശ്ശർരി ലാകിൻ ലിതവഖീഹി, ഞാൻ ഷർറുകളെ കുറിച്ച്, തിന്മകളെ കുറിച്ച് പഠിച്ചു, തിന്മ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പിന്നെയോ തിന്മയിൽ നിന്ന് സുരക്ഷിതത്വം കിട്ടാൻ വേണ്ടിയിട്ട്. ജനങ്ങളിൽ ഷർറ് എന്താണെന്ന് അറിയാത്തവൻ എന്ത് ചെയ്യും, അതിൽ പോയി വീഴും എന്നുള്ളതാണ്. അപ്പോ ഷർറുകളെ കുറിച്ച് പഠിക്കണം, ഷിർക്ക് എന്താണെന്ന് പഠിക്കണം, തിന്മകൾ എന്താണെന്ന് പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതിന് അല്ലാഹു നല്ല തൗഫീഖ് ചെയ്യട്ടെ. ഷിർക്കിനെ സംബന്ധിച്ച് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ശേഷമുള്ള ചോദ്യോത്തരങ്ങളിൽ മുസന്നിഫ് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു തൗഹീദ് യാഥാർത്ഥ്യവൽക്കരിച്ചുകൊണ്ട് സ്വർഗത്തിൽ ആദ്യമേ തന്നെ പ്രവേശിക്കാനും ഉന്നതമായ സ്വർഗങ്ങൾ കരസ്ഥമാക്കാനും അല്ലാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മിലുള്ള രോഗികൾക്ക് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കണേ. അല്ലാഹു ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ഒരു കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൗറയാണ്, നവാഖിബുൽ ഇസ്ലാമിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ഇത് നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട